ഇതുപോലത്തെ ഒരു മാജിക് ആയാലൊന്ന് അതിന് വേണ്ടിയിട്ട് ഒരു കളർ പേപ്പർ എടുക്കുക, എന്നിട്ട് ഇതുപോലെ വെട്ടിയെടുക്കുക. സെൻറ്റിമീറ്റർ എങ്ങനെ അറിയോ? ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ ഇവിടെ 4 സെൻറ്റിമീറ്റർ, സൈഡ് 1 സെൻറ്റിമീറ്റർ അങ്ങനെ വെട്ടിയെടുക്കുക. മനസ്സിലായല്ലോ അല്ലേ? എന്നിട്ട് പിന്നെ ഒരു A4 ഷീറ്റിൽ 4 സൈഡും 6 സെൻറ്റിമീറ്ററിൽ വെട്ടിയെടുക്കുക. അങ്ങനെ ഒരു സ്ക്വയർ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ അറ്റത്ത് മാത്രം പശ തേച്ചിട്ട് അറ്റം മാത്രം ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. പിന്നെ വേറൊരു സെയിം 6 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പിക്ചർ വരച്ചെടുക്കാം. പിന്നീട് ഇപ്പോൾ നമ്മളിടുന്ന വീഡിയോസിനൊക്കെ നമുക്ക് എങ്ങനെയും ഒരു 1000+ വ്യൂസ് കിട്ടുന്നുണ്ട്. അതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമൊക്കെ 500 വ്യൂസ്, 400 വ്യൂസ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മുടെ ചാനൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പറഞ്ഞു വന്നത്, നമ്മൾ ഇതുപോലത്തെ ഉണ്ടാക്കി വെച്ചല്ലോ, അതിൻ്റെ മേലെ ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെട്ടിയെടുക്കുക. പിന്നെ ഇതുപോലെ ഒരു പേപ്പർ വെട്ടിയെടുക്കുക. അത് 6 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ആണ്. എന്നിട്ട് പിന്നെ ഇതുപോലെ സ്റ്റാപ്പിൾ ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ വരച്ച ഒരു ചിത്രമില്ലടാ, അതിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾ ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ മുകളിൽ ഇതുപോലെ വരച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടട്ടെ. എന്നിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കി വെച്ചില്ലേ, അത് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇങ്ങനെ മുകളിൽ വരുന്ന രീതിയിൽ വെക്കണം, മറ്റേ ചിത്രം അടിയിൽ വരുന്ന രീതിയിൽ. എന്നിട്ട് പിന്നെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് മാജിക്? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.